10 രൂപ എടുത്ത് മുട്ടം ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. അടിപൊളിയാക്കിയിട്ടുണ്ട് മുട്ടം ബീച്ച്. പണ്ട് ഇവിടെ വന്നപ്പം അന്നും ബ്യൂട്ടിഫുള്ളാണ്, ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ബീച്ചാണ് കന്യാകുമാരിയിൽ തന്നെ. പക്ഷേ അന്ന് ഇങ്ങനെ ആയിരുന്നില്ല. ഇന്ന് വന്നപ്പോൾ അതിനേക്കാൾ 10 മടങ്ങ് ബ്യൂട്ടി ആക്കിയിരിക്കുകയാണ്. അവിടെ എല്ലാം ടൈലൊക്കെ ഇട്ട് വൃത്തിയായിട്ട് വഴിയെല്ലാം സെറ്റ് ചെയ്ത് പോകേണ്ട സ്ഥലങ്ങളെല്ലാം അങ്ങനെ നടന്ന് സ്റ്റെപ്പ് ഇറങ്ങിയൊക്കെ പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അടിപൊളി സൺസെറ്റാണ് അവിടുത്തേത്. നല്ലൊരു വൈബ് സൺസെറ്റാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും മസ്റ്റ് വിസിറ്റ് പ്ലേസാണിത്. വരേണ്ട സമയം വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷമാണ്, അല്ലെങ്കിൽ നല്ല ചൂടായിരിക്കും. വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം വന്ന് ഒരു 7 മണി വരെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും പറ്റിയൊരു സ്ഥലമാണിത്. സ്വസ്ഥമായിട്ടിരിക്കാൻ, നല്ല കാറ്റൊക്കെ അടിച്ച് നല്ല സുഖമായിട്ട് ഇവിടെ വന്നിരിക്കാൻ പറ്റിയൊരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. അത് ഒന്നാമത്തെ കാര്യം അവിടെ എല്ലാം വൃത്തിയാക്കി എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവിടെ എല്ലാം ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം റെഡിയാക്കി. അത് ഭയങ്കര രസമാണ്. നേരത്തെ വന്നവർക്ക് മനസ്സിലാവും ഇപ്പോഴത്തെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ കുട്ടികൾക്കുള്ള കളിസ്ഥലം ചെറുതല്ല, അത്യാവശ്യം വലിയ ഒരു കളിസ്ഥലം, ഒരു കളി ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല ക്വാളിറ്റിയോട് കൂടി നല്ല രസമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം അതിൽ കയറാനായിട്ട് പെർമിഷനുണ്ട്. അപ്പോൾ ഇവിടേക്ക് വരാനായിട്ട് 10 രൂപയുടെ ടിക്കറ്റേ ഉള്ളൂ. 10 രൂപ ടിക്കറ്റ് എടുത്ത് നമുക്ക് കിട്ടുന്ന ഈ ഫെസിലിറ്റീസ് വളരെ വലുതാണ്. നല്ലൊരു വൈബ് പിടിച്ച് സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇവിടെ വന്നിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ കന്യാകുമാരി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർ, എല്ലാ പ്രാവശ്യവും കന്യാകുമാരി പോയി സൺസെറ്റ് കാണുന്നവർ ഒരു പ്രാവശ്യം ഒന്ന് മാറി ചിന്തിക്കുക, നേരെ നമ്മുടെ മുട്ടം ബീച്ചിലേക്ക് വരിക. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം വഴിയേ വരുമ്പോൾ പറയാം. നോക്കിയേ കുട്ടികളൊക്കെ എത്ര ഹാപ്പി ആയിട്ടായിരിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ അടിച്ച് പൊളിക്കാനുള്ളൊരു പറ്റിയ സ്ഥലമാണ് ഈ മുട്ടം ബീച്ച്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ഇവിടെയുള്ള ഡേഞ്ചറസ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന കാര്യം മാത്രമാണ് പ്രശ്നമുള്ളത്. അപ്പോൾ അതിലെയൊക്കെ ഇങ്ങനെ കറങ്ങിയൊക്കെ നടക്കാം. പക്ഷേ വെള്ളത്തിലിറങ്ങൽ അല്പം ഡേഞ്ചറാണ്. കാരണം കന്യാകുമാരി തന്നെ മോസ്റ്റ് ഡേഞ്ചറസ് ബീച്ചാണ് ഈ മുട്ടം ബീച്ച്. കാണാൻ വളരെ ഭംഗിയാണ്, പക്ഷേ വെള്ളത്തിലിറങ്ങുന്നത് ഡേഞ്ചറാണ്. അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുകയും എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യാം. കാലൊക്കെ അത്യാവശ്യം നനയ്ക്കാം എന്നല്ലാതെ വെള്ളത്തിലിറങ്ങി കുളിക്കാൻ ഇവിടെ പെർമിഷൻ ഇല്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വെള്ളത്തിലിറങ്ങി കുളിക്കാൻ പ്ലാൻ ചെയ്യുന്നവർ ഇങ്ങോട്ട് വരരുത്. സൺസെറ്റ് കാണുക, വൈബ് പിടിച്ച് ഇവിടെ ഇരിക്കുക, അതുപോലെ തന്നെ കുട്ടികളെയൊക്കെ ആയിട്ട് ഇതിൽ സ്പെൻഡ് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ കുളിക്കാനായിട്ട് പ്ലാൻ ചെയ്യരുത്. അത്യാവശ്യം അവിടെ പോയി കാലൊക്കെ നനയ്ക്കാം. വെള്ളത്തിലിറങ്ങി കഴിഞ്ഞാൽ നല്ല ആഴമുള്ള സ്ഥലമാണ്. ഇവിടെ എല്ലാം കല്ലുകളുള്ളതുകൊണ്ട് ഭംഗിയാണ്, അതുപോലെ തന്നെ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് എങ്ങനെയാണ്, പുതിയ സ്ഥലത്തേക്ക് വരാൻ പ്ലാനുണ്ടോ? ഇവിടുത്തെ സൺസെറ്റിൻ്റെ വീഡിയോ ഒന്ന് കാണേണ്ട കാഴ്ചയാണ്. അത് താമസിക്കാതെ അപ്ലോഡ് ചെയ്യും. ഇത് നോക്കി, ഇതൊക്കെ ഒരു ക്ലോക്ക് കണക്കൊക്കെ സെറ്റ് ചെയ്തേക്കാണ്. അടിപൊളിയാണ്, പറയാൻ വാക്കുകളില്ലെന്നാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയ്ക്കും വൃത്തിയാക്കി ഭംഗിയാക്കി. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കാനായിട്ട് മുട്ടം ബീച്ചിലേക്ക് വരുമല്ലേ?